രാജ്യത്ത് റബ്ബറിന് രണ്ട് വില എന്നുള്ളതാണ്. ഈ രണ്ട് വില നിശ്ചയിച്ചത് റബ്ബർ ബോർഡാണ്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരു വിലയും കേരളത്തിൽ മറ്റൊരു വിലയുമാണ്. ഓരോ ദിവസവും ഈ വിധത്തിലാണ് ഇതിൻ്റെ നിരക്ക് നിശ്ചയിച്ചു പോകുന്നത്. ഇതുവഴി രാജ്യത്തെ റബ്ബർ കർഷകരെ റബ്ബർ ബോർഡ് വഞ്ചിക്കുകയാണ്, രണ്ട് തട്ടിൽ കാണുകയാണ്. വലിയ പരാതിയാണ് റബ്ബർ കർഷകരുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ സനോജ് കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. സനോജ് സുരേന്ദ്രൻ. സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ റബ്ബർ കർഷകരെ വല്ലാതെ അവഗണിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന റബ്ബർ ബോർഡിൻ്റെ നടപടിക്കെതിരെ സനോജ് തന്നെ നിരവധി വാർത്തകൾ വളരെ പ്രാധാന്യത്തോടു കൂടി ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും അത്ഭുതം തോന്നുന്നു തന്നെയാണ്, ഒരു രാജ്യം ഒരു നികുതി എന്ന നിലയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാരിന് കീഴിൽ വരുന്ന റബ്ബർ ബോർഡ് യഥാർത്ഥത്തിൽ റബ്ബറിന് രണ്ട് വിലയാണോ നൽകുന്നത്? കേരളത്തിൽ ഒരു വില, മറ്റ് സംസ്ഥാനങ്ങൾ, ഇപ്പോൾ പറഞ്ഞ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് എന്നാൽ മറ്റൊന്ന് എന്ന നിലയിലാണോ? അതെങ്ങനെയാണോ ഒന്ന് വിശദമാക്കാമോ സനോജ്? തീർച്ചയായിട്ടും ശരത്ത്, രാജ്യത്തെ രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ തുടർച്ചയാണ് റബ്ബർ കാർഷിക മേഖലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് വേണം പറയാൻ. കാരണം ഒരേ സമയം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ കർഷകരെ ചൂഷണം ചെയ്യുകയും കേരളത്തിലെ കർഷകരെ വഞ്ചിക്കുകയും ചെയ്യുന്ന സമീപനമാണ് റബ്ബർ ബോർഡ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മുൻപ് റബ്ബറിന് വില നിശ്ചയിച്ചിരുന്നത് കോട്ടയം മാർക്കറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. കോട്ടയം മാർക്കറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഒരു വില നിശ്ചയിക്കുക. ഉദാഹരണത്തിന് ഇന്ന് റബ്ബറിന് കോട്ടയം മാർക്കറ്റിൽ 162 രൂപയാണെങ്കിൽ ആ 162 രൂപയാണ് രാജ്യവ്യാപകമായി റബ്ബറിന് ഇന്ത്യയിൽ നിശ്ചയിക്കപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി. മുമ്പ് റബ്ബർ ബോർഡ് അങ്ങനെയാണ് നയം സ്വീകരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇന്ന് കോട്ടയം മാർക്കറ്റിൽ 160 രൂപയാണ് ഒരു കിലോ റബ്ബറിന്റെ വിലയെങ്കിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, അതായത് ആസാം, അതുപോലെ തന്നെ ത്രിപുരയിലെ അഗർത്തല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ വില നിശ്ചയിക്കപ്പെടുന്നത്. അഗർത്തലയിൽ 145 രൂപയാണ് വില. കേരളത്തിൽ 160 രൂപയും അഗർത്തലയിൽ 145 രൂപയും. ആസാമിലേക്ക് ചെല്ലുകയാണെങ്കിൽ ആ വില 143 താഴും. അപ്പോൾ സ്വാഭാവികമായും വൻകിട ടയർ കമ്പനികൾ, വൻകിട വ്യവസായികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും റബ്ബർ ശേഖരിച്ചുകൊണ്ട് കേരളത്തിൽ ഉൾപ്പെടെ വിറ്റഴിക്കപ്പെടുന്നു. അതിനകത്ത് ഏറ്റവും വിചിത്രമായ ഒരു കാര്യം എന്ന് പറയപ്പെടുന്നത്, റബ്ബർ ബോർഡിന് കീഴിലുള്ള കമ്പനിയാണ് മണിമലയാർ കമ്പനി. മണിമലയാർ റബ്ബർ ലിമിറ്റഡ് എന്ന് പറയപ്പെടുന്ന കമ്പനി റബ്ബർ ബോർഡിന് കീഴിലുള്ള കമ്പനിയാണ്. സ്വാഭാവികമായും കേരളത്തിലെയും രാജ്യത്തെയും റബ്ബർ കർഷകരെ സംരക്ഷിക്കുകയും അവരുടെ ക്ഷേമത്തിന് വേണ്ടി നിലപാട് സ്വീകരിക്കുകയും ചെയ്യപ്പെടേണ്ട ഒരു കമ്പനിയാണ് ഈ റബ്ബർ ബോർഡിന് കീഴിലുള്ള മണിമലയാർ കമ്പനി. എന്നാൽ മണിമലയാർ കമ്പനി 143 രൂപയ്ക്ക് റബ്ബർ ആസാമിൽ നിന്ന് സംഭരിച്ച് കേരളത്തിൽ കൊണ്ടുവന്ന് വിറ്റഴിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അങ്ങനെ ഈ രാജ്യത്തെ കർഷകരെ, അതായത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആസാം, അതുപോലെ തന്നെ ത്രിപുര പോലെയുള്ള വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ റബ്ബർ കർഷകരെ ചൂഷണം ചെയ്യപ്പെടുകയാണ്. അവർക്ക് മികച്ച വില ലഭിക്കേണ്ട സമയത്ത് കുറഞ്ഞ വില നൽകി അവരെ ചൂഷണം ചെയ്തുകൊണ്ട് അവിടെ നിന്നും ചെറിയ വിലയ്ക്ക് റബ്ബർ സംഭരിക്കുന്നു. അതേസമയം കേരളത്തിലെ റബ്ബർ കർഷകർക്ക് 160 രൂപ ലഭിക്കേണ്ട സമയത്ത് ഇവിടെ 160 രൂപ ഉണ്ടെങ്കിൽ കൂടിയും ഇവിടെ ഉയർന്ന വില എന്ന് കണക്കാക്കിക്കൊണ്ട് ഇവിടെ നിന്നും റബ്ബർ സംഭരിക്കാതെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് റബ്ബർ സംഭരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി റബ്ബർ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റബ്ബർ ബോർഡ് പുലർത്തുന്ന തികഞ്ഞ നീതികേടിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ വലിയ തോതിലുള്ള പ്രതിസന്ധിയിലൂടെ റബ്ബർ കാർഷിക മേഖല കടന്നു പോവുകയാണ്. ആഗോളതലത്തിൽ ഇപ്പോൾ റബ്ബർ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. മലേഷ്യ, തായ്ലൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ റബ്ബർ ഉൽപാദനം ഗണ്യമായി കുറയുകയാണ്. ഇങ്ങനെ റബ്ബർ ഉൽപാദനം ഗണ്യമായി കുറയുമ്പോൾ ആഗോളതലത്തിൽ റബ്ബറിന് ആവശ്യകത കൂടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ആഗോളതലത്തിൽ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും 162 രൂപയാണ് ഇപ്പോൾ ആഗോള വിപണിയിൽ ഒരു കിലോ റബ്ബറിന്റെ വില. അത് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തെത്തുമ്പോഴേക്കും 207 രൂപ ചെലവ്, അതായത് ഇറക്കുമതി ചുങ്കവും മറ്റ് ചെലവുകളും ഇറക്കുമതി കയറ്റുമതി കൂലിയൊക്കെ കൂട്ടി കണക്കാക്കുമ്പോൾ ഒരു കിലോ റബ്ബർ ഇന്ത്യൻ വിപണിയിൽ എത്തുമ്പോൾ 207 രൂപ ടയർ കമ്പനികൾക്ക് നൽകേണ്ടി വരും. ആ സാഹചര്യത്തിൽ ഇന്ത്യയിലെ റബ്ബറിനും ഇപ്പോൾ ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ 200-നടുത്തേക്ക് ഒരു കിലോ റബ്ബറിന് വില വർദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ്. എന്നാൽ അത് കർഷകർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം, ഇടപെടലുകൾ റബ്ബർ ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. വരും ദിവസങ്ങളിൽ സ്വാഭാവികമായും വില വർദ്ധിക്കും. അത് കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ഇടപെടൽ കൊണ്ടല്ല. ഞാൻ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ റബ്ബറിന്റെ ഉത്പാദനം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. പലവിധ കാരണങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ പോലും ഇലകൊഴിച്ചിൽ പോലെയുള്ള സാഹചര്യങ്ങൾ, റബ്ബർ ടാപ്പിംഗ് നിർത്തിവെക്കുന്ന സാഹചര്യങ്ങൾ, അങ്ങനെ ഉത്പാദനം ഗണ്യമായി കുറഞ്ഞപ്പോൾ റബ്ബറിന്റെ ആവശ്യകത കൂടുകയും ആ സാഹചര്യത്തിൽ ഘട്ടമായിട്ട് ഇപ്പോൾ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരു കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ കൊണ്ടേ അല്ല. പക്ഷേ ആ ഗുണം കർഷകർക്ക് ലഭിക്കേണ്ട സാഹചര്യത്തിൽ പോലും അത് എങ്ങനെ കൊടുക്കാതിരിക്കാമെന്ന് ഗവേഷണം നടത്തുകയാണ് റബ്ബർ ബോർഡ് എന്നുള്ള കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കർഷകരെ ദ്രോഹിക്കുന്ന സമീപനമാണ് ഇപ്പോൾ റബ്ബർ ബോർഡ് സ്വീകരിക്കുന്നത്. മുൻപ് റബ്ബർ ഉത്തേജക പാക്കേജ് ഉൾപ്പെടെ നടപ്പിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ റബ്ബർ ടാപ്പിംഗ് മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൂതന സാങ്കേതിക വിദ്യ ഉൾപ്പെടെ റബ്ബർ കാർഷിക മേഖലയ്ക്ക് ഗുണകരമാവുന്ന ഇടപെടലുകൾ റബ്ബർ ബോർഡ് നടത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ എങ്ങനെ
റബ്ബർ കർഷകരെ ബുദ്ധിമുട്ടിലാക്കാം, പ്രതിസന്ധിയിലാക്കാം, ചൂഷണം ചെയ്യാം എന്നുള്ളതിന്റെ ഗവേഷണമാണ് ഇപ്പോൾ റബ്ബർ ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരത്ത്. ശരി, സനോജാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ സൂചിപ്പിച്ചത്. എങ്ങനെയാണ് കേരളത്തിലെ റബ്ബർ കർഷകരെ റബ്ബർ ബോർഡും കേന്ദ്ര സർക്കാരും ഈ വിധം രണ്ട് തട്ടിൽ കാണുന്നത്, എങ്ങനെയാണ് കേരളത്തിലെ റബ്ബർ കർഷകരെ കൂടുതൽ വഞ്ചിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട റബ്ബർ കർഷകരുടെ അനുഭവത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ സനോജിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഈ റിപ്പോർട്ടിലുള്ളത്. അത് കൂടുതൽ ചർച്ചയ്ക്കും മറ്റും വിധേയമാകാൻ ഇടയുള്ളത് കൂടിയാണ്, വലിയ പ്രതിഷേധങ്ങൾ ഉയരാൻ ഇടയുള്ളത് കൂടിയാണ്. രണ്ട് വില നിശ്ചയിക്കുക, ഒരു രാജ്യത്ത് രണ്ട് ഭാഗത്തെ രണ്ട് വില നിശ്ചയിച്ച് അതിൻ്റെ ആഘാതം റബ്ബർ കർഷകരിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ റബ്ബർ വാങ്ങാൻ പാകത്തിനുള്ള വില നിശ്ചയിക്കുന്നു. അത് സ്വാഭാവികമായി ഉയർന്ന വില ഇട്ട് കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്നു. അപ്പോൾ അതിൽ റബ്ബർ ബോർഡിൻ്റെ സമീപനത്തിലെ പിശകുകൾ, പ്രശ്നങ്ങൾ, ഈ ഇരട്ടത്താപ്പ് ഒക്കെയാണ് ഇപ്പോൾ സനോജ് ആ റിപ്പോർട്ടിലൂടെ സൂചിപ്പിച്ചത്.